നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെ പത്തിരിപാലത്തുള്ള മെട്രോക്കിലെ 344-ന്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ സീ ഗേറ്റിലേക്കാണ്. ഇവിടെ ഒരു അടിപൊളി പാർക്കും മൾട്ടിപ്പിച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ ഇന്നത്തെ ഫുഡ് അവിടെയാണ്. സോ എല്ലാവരോടും പറയണം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഫുഡ് അടിക്കാൻ പോയാലോ? ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സീ ഗേറ്റിൻ്റെ അന്തപുരത്തേക്ക് സ്വാഗതം. അടിപൊളി ഇൻറ്റീരിയേഴ്സാണ് ഇവരുടെ. കണ്ടില്ല, ലൈറ്റൊക്കെ കണ്ടില്ലേ, അടിപൊളി. സീ ഗേറ്റിൻ്റെ കോക്ടെയിൽ മെനു ആണ് നമ്മൾ കാണുന്ന ഒരു മെനു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സീ ഗേറ്റിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു പപ്പടം. ഇത് കോംപ്ലിമെൻ്ററി ആയിരുന്നു. നെക്സ്റ്റ് കണ്ടില്ലേ, ചിക്കൻ കൊത്തു പൊറോട്ട. ഹായ്, അടിപൊളി ഡെക്കറേഷൻസ്. അടുത്തായിട്ട് BDF, ഞങ്ങളുടെ സ്വന്തം ഇന്ദ്രിയത്തിൻ്റെ ചിക്കൻ BDF. എടുത്തു പറയണം, ചിക്കൻ BDF. സവാളൊക്കെ വാരി വതിരി കണ്ടില്ലേ. ഇത് സീ ഗേറ്റിന് ഒരു സ്പെഷ്യൽ അവരുടെ നമ്മളടുത്ത് സജസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ചിക്കൻ സാലഡ്. ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു. അടുത്തായി വന്നത് ഹൈരാലി കബാബ്. ഹൈരാലി കബാബിൻ്റെ ബീൻ സോസ് മിക്സാണ്. കുറച്ചും കൂടി ആ മിൻറ്റ് കൂട്ടി കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സലാഡാണ്. സിഗ്നേച്ചർ ഡിഷാണ് ചിക്കൻ സലാഡ്. ഒരു നല്ല ടേസ്റ്റാണ് ചിക്കൻ സലാഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹരിയാലി ചിക്കൻ. എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. കബാബായാലും BDF എല്ലാം. പക്ഷേ ഇന്നും ഇപ്പോൾ പേഴ്സണൽ പൊറോട്ട അടിക്കുന്നത് നമ്മുടെ കൊത്തു പൊറോട്ടയാണ്. ഇവരുടെ തന്നെ സീ ഗേറ്റ് സ്പെഷ്യൽ കൊത്തു പൊറോട്ട. നല്ല ഡിഷ്, ചിക്കൻ കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പൈസി ആണോ അതോ സ്പൈസി അല്ല, സാലഡ്. കിട്ടലാണോ? ഞാനൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അവിടെ അതെ, റിവ്യൂ പറഞ്ഞോ. മറ്റേ FMCCയുടെ FMCC ഫ്രം ഇമെയിലും പിന്നെ കസ്റ്റമേഴ്സ് എടുത്തിട്ടേ F അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? നമ്മള് ഫുഡെല്ലാം കഴിച്ചു. നമ്മളെ 3-4 ഡിഷ് കഴിച്ചിട്ടുണ്ട്. സിഗ്നേച്ചർ ഡിഷസ് എല്ലാം കഴിച്ചു. നമ്മള് ഒരു ആവറേജ് നമുക്ക് എല്ലാം ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ ഒരു നമ്മുടെ ഹരിയാലി ചിക്കൻ കബാബ് നമ്മൾ കഴിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷായ സാലഡ് അത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അത്. പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ അല്ല, ബീഫാണ്. BDF ഒരെണ്ണം കഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ചിക്കൻ കൊത്തു പൊറോട്ട, അതും ഇവരുടെ സ്പെഷ്യൽ ഡിഷാണ്. ക്വാണ്ടിറ്റിയും പ്രൈസും ഞാൻ പറയാം, ഒരു ആവറേജ് 1 പേഴ്സൺ വരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊരു ഒരു ചിക്കൻ കൊത്തു പൊറോട്ട കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറധികം നന്നായി അറിയും. സോ നമ്മൾ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. സോ അടുത്തൊരു വീഡിയോ കണ്ടുവെങ്കിൽ ബൈ.